Hello everyone, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ക്ലാസ് 3 ഇംഗ്ലീഷ് ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 2026 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സാം എല്ലാവർക്കും ഈസി ആയിരുന്നോ? എക്സാം നന്നായിട്ട് എഴുതിയോ? ആൻസേഴ്സ് നോക്കാവോ? ഓക്കെ. ഒന്നാമത്തെ ആക്ടിവിറ്റി ലിസൺ ആൻഡ് ആൻസർ. യുവർ ടീച്ചർ വിൽ ടെൽ യു എ സ്റ്റോറി. ലിസൺ കെയർഫുള്ളി. ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആ സ്റ്റോറിയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സ്റ്റോറി ഓഫ് സയാൻ. സയാൻ വാസ് എ കൈൻഡ് ബോയ് who lived in a village. One day, while riding his bicycle to school, he saw an old man carrying a heavy bag. Sayan stopped and offered to help. He carried the bag on his bicycle carrier all the way to the bus stop. Even though he reached school late, his teacher appreciated his honesty and kindness. സയൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരു വൃദ്ധനായ മനുഷ്യൻ തൻ്റെ ഷോൾഡറിൽ നിന്നാണ് ഒരു വലിയ ബാഗുമായിട്ട് വരുന്നത് കണ്ടു. സയൻ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബസ് സ്റ്റോപ്പ് വരെ ഹെൽപ്പ് ചെയ്തു. സ്കൂളിലെത്താൻ സയൻ വൈകിപ്പോയി. ടീച്ചർ സത്യസന്ധമായിട്ട് ആൻസർ പറഞ്ഞപ്പോൾ എന്താണ് വൈകിയെന്ന് വെച്ചപ്പോൾ മറുപടി പറഞ്ഞപ്പോൾ സയനെ അപ്രിഷ്യേറ്റ് ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ നിന്നുണ്ടായിരുന്ന 5 ക്വസ്റ്റ്യൻസ്. വേർ വാസ് സയാൻസ് ഹൗസ്? സയൻ്റെ വീട് എവിടെയാണ്? വില്ലേജിലാണ്. ഇനി വില്ലേജ്. ഹൗ ഡിഡ് സയാൻ ഗോ ടു സ്കൂൾ? എങ്ങനെയാണ് സയാൻ സ്കൂളിൽ പോകുന്നത്? ഓൺ ഹിസ് ബൈസൈക്കിൾ. 3ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ദ ഓൾഡ് മാൻ ക്യാരി ഓൺ ഹിസ് ഷോൾഡർ? എന്താണ് നമ്മുടെ ഓൾഡ് മാൻ ഷോൾഡറിൽ കൊണ്ടുവന്നിരുന്ന എന്തായിരുന്നു? ഹെവി ബാഗ്. ഒരു ഭാരമുള്ള ഒരു ബാഗ് ആയിരുന്നു. വൈ ഡിഡ് സയാൻ റീച്ച് സ്കൂൾ ലേറ്റ്? എന്തുകൊണ്ടാണ് ലേറ്റ് ആയത് സയാൻ? ഹി ഹെൽപ് ദ ഓൾഡ് മാൻ. ഡി ആണ് ശരി ഉത്തരം. 5ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ ടീച്ചർ അപ്രീഷിയേറ്റ് സയാൻ? സയൻ എന്തുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്തത്? സയാൻ വാസ് കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അതുകൊണ്ടാണ് സയനെ അപ്രീഷിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇതായിരുന്നു 5 ക്വസ്റ്റ്യൻസ്. ആക്ടിവിറ്റി 2-ൽ റീഡ് ആൻഡ് ആൻസർ. വായിച്ചിട്ട് ആൻസർ കൊടുക്കുക. ഡേറ്റ് January 20, 2026. Date Tuesday. It was a special day at school. Our teacher told us a story about a kind king. She asked me a question. I gave the correct answer. She smiled. During the interval, I shared my snacks with my friend Raihan. Then we played football and laughed a lot. In the afternoon, we had a drawing class. I painted a picture of a village. Teacher clapped and said, "Very good." I felt very happy and proud. We had fun at school today. I love my school. ഒരു ഡയറിയാണ്. ഇന്ന ദിവസം വളരെ സ്പെഷ്യൽ ആയിരുന്നു. ടീച്ചർ കൈൻഡ് കിങ്ങിനെ കുറിച്ചുള്ള ഒരു ദയവാലുവായിട്ടുള്ള ഒരു രാജാവിനെ കുറിച്ചുള്ള സ്റ്റോറി പറഞ്ഞു തന്നു. അതിൽ നിന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ആൻസർ ഞാൻ പറഞ്ഞു. അങ്ങനെ ടീച്ചർ എന്നെ അഭിനന്ദിച്ചു. അപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. ഇൻ്റർവെൽ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട് റൈഹാൻ എൻ്റെ സ്നാക്സ് ഷെയർ ചെയ്തു. ഇത് നമ്മൾ ഫുട്ബോൾ കളിച്ചു, ഒത്തിരി ചിരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഡ്രോയിങ് ക്ലാസ്സിൽ പോയി.
വില്ലേജിനെ കുറിച്ചുള്ള ഒരു പിക്ചർ പെയിന്റ് ചെയ്തു. ടീച്ചർ അത് കണ്ടിട്ട് ക്ലാപ്പ് ചെയ്തു, വെരി ഗുഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സന്തോഷവും അഭിനന്ദനവും നിറഞ്ഞതാണ്. ഇന്നെനിക്ക് സ്കൂൾ നല്ല രസകരമായിരുന്നു. ഐ ലവ് മൈ സ്കൂൾ. എൻ്റെ സ്കൂൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ നിന്നുണ്ടായിരുന്ന ചോദ്യം ഒന്നാമത്, ഹൂ ടോൾഡ് ദ സ്റ്റോറി ഇൻ ദ സ്കൂൾ? ആരാണ് സ്കൂളിൽ സ്റ്റോറി പറഞ്ഞത്? ടീച്ചർ. ദ സ്റ്റോറി വാസ് അബൌട്ട് സ്റ്റോറി എന്തിനെ കുറിച്ചുള്ളതായിരുന്നു? കൈൻഡ് കിങ്, ദയാലുവായ ഒരു രാജാവിനെ കുറിച്ചുള്ള സ്റ്റോറി ആയിരുന്നു. വാട്ട് ഡിഡ് ദ ചൈൽഡ് ഡു ഡ്യൂറിംഗ് ദ ഇന്റർവെൽ? ഇന്റർവെൽ സമയത്ത് എന്താ കുട്ടി ചെയ്തത്? ഷെയർ സ്നാക്സ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? ഇതിൽ ഏതാണ് ശരി? ദ ചൈൽഡ് വാസ് സാഡ് അറ്റ് സ്കൂൾ? നോ. ദർ വാസ് ഡ്രോയിങ് ക്ലാസ് ഇൻ ദ ആഫ്റ്റർനൂൺ? യെസ്. ദ ചൈൽഡ് പ്ലേഡ് ക്രിക്കറ്റ്? നോ. ദ ടീച്ചർ സാങ് എ സോങ്? നോ. അപ്പോൾ ബി ആണ് ശരി. ദർ വാസ് ഡ്രോയിങ് ക്ലാസ് ഇൻ ദ ആഫ്റ്റർനൂൺ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ചൈൽഡ് ഫീൽ ഹാപ്പി ആൻഡ് പ്രൗഡ്? എന്തുകൊണ്ടാണ് കുട്ടി നല്ല സന്തോഷവും അഭിനന്ദനവും തീർന്നത്? എന്തുകൊണ്ടാണ്? ടീച്ചർ എന്ത് ചെയ്തു? അഭിനന്ദിച്ചു അല്ലേ? ക്ലാപ്പ് ചെയ്തു. ദ ടീച്ചർ പ്രൈസ്ഡ് ഹിം. ടീച്ചർ അഭിനന്ദിച്ചത് കൊണ്ടാണ്. മൂന്നാമത്തെ ആക്ടിവിറ്റി ക്രോസ് വേർഡ് പസിൽ ആണ്. ഐഡന്റിഫൈ ദ ക്യാരക്ടേഴ്സ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് കംപ്ലീറ്റ് ദ പസിൽ. എക്രോസ് നേരെ എഴുതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, നവീൻ ആൻഡ് സാഷ ഹെൽപ്പ് മീ ടു ജോയിൻ ദ സ്കൂൾ. ആരെയാണ് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത നവീൻ ആൻഡ് സാഷ? കവിതയാണ്. ആരെയാണ്? കവിത. ഐ സേവ് ദ മദർ ക്രോ ആൻഡ് ഹെർ ചിക്സ്. ഐ ലൈക്ക് ടു ഈറ്റ് ബോൺസ്. ആരാ ഇത് പറഞ്ഞേ? ഫോർ എക്രോസ്, റോക്കി. ഇനി ഡൗൺ. ഒന്നാമത്, ഐ ആം എ മെർമൈഡ്. ഐ ലീവ് ഇൻ എ ഗ്ലാസ് പാലസ് അണ്ടർ ദ സീ. ഒന്നാമത്തെ ആരാണ്? ജൂലിയ. ഐ ഗിഫ്റ്റഡ് ഗോൾഡ് കോയിൻസ് ടു ദ ഫാർമർ. ഐ ലീവ് ഇൻ ദ പാലസ്. ആരാണ്? കിങ്. രണ്ടാമത്തത് കിങ്. ഐ ആം എ ഡൊറോത്തീസ് പെറ്റ്. വെൻ ദ സ്റ്റോം കെയിം ഐ ഹൈഡ് അണ്ടർ ദ കോട്ട്. ആരാ? ടോട്ടോ. ഓക്കെ, മൂന്നാമത് ടോട്ടോ. 4A ആക്ട് തോട്ട്സ് ആണ്. The storm lifted the house up in the sky. Dorothy and Toto were not able to go out. The house flew higher and higher. Dorothy's uncle watched all this. What will be his thoughts? എന്തൊക്കെയായിരുന്നു അങ്കിളിന്റെ ചിന്തകൾ? അത് എഴുതാനായിരുന്നു നാലാമത്തെ 4A ക്വസ്റ്റ്യൻ. 4B കോൺവെർസേഷൻ ആണ്. Forget your coin. Take 2 gold coins instead. The king said to the farmer. Complete the conversation between the king and the farmer. കിങ് പറയാണ്, ഐ വിൽ ഗീവ് യു 2 ഗോൾഡ് കോയിൻ. ഞാൻ 2 ഗോൾഡ് കോയിൻ തരാമെന്ന് പറയാണ്. ഫാർമർ എന്ത് പറയും? താങ്ക് യുവർ മാജസ്റ്റി, യു ആർ വെരി കൈൻഡ്. കിങ്, യു ആർ എ ഹാർഡ് വർക്കിംഗ് മാൻ, യു ഡിസേർവ് ഇറ്റ്. ഫാർമർ, ഐ എം വെരി ഹാപ്പി ടുഡേ, ദിസ് വിൽ ഹെൽപ്പ് മൈ ഫാമിലി. ഗോ ഹോം ആൻഡ് ബി ഹാപ്പി. ഫാർമർ, താങ്ക് യു അഗൈൻ മൈ കിങ്. ഓക്കെ, ഇതുപോലെ ഷോർട്ടായിട്ട് നിങ്ങൾ നിങ്ങളുടെ സെന്റൻസിൽ കോൺവെർസേഷൻ എഴുതിയിട്ടുണ്ടാവും. സിമ്പിളായിട്ട് എഴുതിയ ഒരു കോൺവെർസേഷനാണ്. Describe the tools. Write about the tools in the given space. One is done for you. ബ്രഷ് നൽകിയിട്ടുണ്ട്. ഐ ആം എ ബ്രഷ്, ഐ ഹെൽപ്പ് യു ടു കളർ ദ വാൾ. ഇത് മോപ്പാണ്, ഇത് നൈഫാണ്, സ്റ്റൗ ആണ്, കോമ്പാണ്, സിസർ ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. മോപ്പ് എന്ന് പറയാം, ഐ ആം എ മോപ്പ്, ഐ ഹെൽപ്പ് യു ടു ക്ലീൻ ദ ഫ്ലോർ. നൈഫ് എന്ന് പറയും, ഐ ആം എ നൈഫ്, ഐ ഹെൽപ്പ് യു ടു കട്ട് വെജിറ്റബിൾസ്. സ്റ്റൗ എന്ന് പറയും, ഐ ആം എ ഗ്യാസ് സ്റ്റൗ, ഐ ഹെൽപ്പ് യു ടു കുക്ക് ഫുഡ്. കോം എന്ന് പറയും, I am a comb, I help you to tidy your hair. Scissors എന്ന് പറയും, I am a pair of scissors, I help you to cut paper or cloth. ഇതുപോലെ ടൂൾസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിരുന്നു. 5B, describe the events. Look at the pictures given and describe the events. ഇവിടെ ഫാർമർ എന്ത് ചെയ്യുന്നു? മാംഗോ എടുക്കുന്നു, അടുത്ത് പാലസിൽ കൊണ്ടുപോകുന്നു. ആ ഈവന്റിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് 5B ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നോ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന്
കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നും മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.